ISL ആരംഭിക്കാത്ത ഒരു സിറ്റുവേഷനിലൂടെ ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിനാൽ തന്നെ ഇന്ത്യയിലെ മറ്റ് പല ലോവർ ഡിവിഷൻ ലീഗുകളും, അതായത് ഐ ലീഗ് 1, ഐ ലീഗ് 2, ഐ ലീഗ് 3 തുടങ്ങിയ ലീഗുകളും, RFDL തുടങ്ങിയ റിസർവ് ടീമുകളുടെ ലീഗുകളും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ലീഗുകൾ ആരംഭിക്കുവാനായിട്ട് ഇന്ത്യ ബാക്കിയുണ്ട്. അതായത് ISLൻ്റെ ഒരു പ്രശ്നം നേരിടുന്ന സാഹചര്യത്തിൽ കംപ്ലീറ്റ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇന്ത്യൻ ഫുട്ബോൾ മൊത്തത്തിൽ തന്നെ ഒരു ആശങ്ക പടർന്നിരിക്കുകയാണ്. ഇന്ത്യയിലെ ടോപ്പ് ടയർ ലീഗായിട്ടുള്ള ISL ഉറപ്പായും തന്നെ നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ഒരു മോശമായി തന്നെ ഇന്ത്യൻ ഫുട്ബോളിനെ ബാധിക്കുമെന്നൊരു കാര്യം ഉറപ്പാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ISLൻ്റെ കാര്യത്തിൽ ഒരുപാട് വാർത്തകൾ നേരത്തെ പുറത്തേക്ക് വന്നിട്ടുള്ളതാണ്. നിലവിലെ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത പ്രകാരം ഈ വരുന്ന ഡിസംബർ 20 ഒരു യോഗമുണ്ട്. ആ ഒരു യോഗത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡൻ്റായ കല്യാൺ ചൗബയുടെ സ്ഥാനം തെറിച്ചേക്കുമെന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ ഫുട്ബോളിനെ മൊത്തത്തിൽ തന്നെ ഷോക്കിംഗ് ആക്കുന്ന ഒരു വാർത്തയായിരിക്കും. സോ ആ ഒരു വാർത്ത അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നീടൊരു പുതിയ ജനറൽ ബോഡി വന്ന് പുതിയൊരു തീരുമാനം എടുക്കുമ്പോഴേക്കും അത് ഒരുപാട് താമസിക്കുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനുവരി ആദ്യം പോലും ISL ആരംഭിക്കുമെന്നൊരു പ്രതീക്ഷ നിലവിലില്ല. ഈ ഒരു സാഹചര്യത്തിൽ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയാലും ISL ആരംഭിക്കത്തില്ല എന്ന് മാത്രമല്ല, ഈ ഒരു 2025-26 അല്ലെങ്കിൽ ISLൻ്റെ 12ാം സീസൺ കംപ്ലീറ്റ്ലി അബാൻഡൺ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അതിന് പകരം എത്രയും പെട്ടെന്ന് ഈ ഒരു സീസൺ പെട്ടെന്ന് തന്നെ നടത്തി തീർത്തിട്ട് ബാക്കി കിട്ടുന്ന ടൈം പീരീഡ് കൊണ്ട് ബാക്കി നടക്കുന്ന എല്ലാ പ്രോസസ്സുകളും കംപ്ലീറ്റ് ചെയ്ത് പിന്നീടുള്ള സീസണുകൾ വളരെയധികം കൃത്യമായിട്ട് നീക്കിക്കൊണ്ട് പോവുക തന്നെയാണ് വേണ്ടത്. ഇനിയും അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ നടത്താതെ ഇതിവിടെ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് അടുത്ത വർഷം 2026-27 തൊട്ട് പുതിയതായിട്ട് വീണ്ടും ISL ആരംഭിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. സോ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും നിലവിൽ ഇപ്പോൾ തന്നെ ഒരുപാട് താമസിച്ചിട്ടുണ്ട് ISLൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ISL ആരംഭിക്കുന്ന കാര്യത്തിൽ. ഈ ഒരു ആശങ്ക എത്രയും പെട്ടെന്ന് മാറ്റിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവി തുലാസിലാണ് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. അതുമാത്രമല്ല, പല താരങ്ങൾക്കും ഈ ആരാധകർക്കാണെങ്കിൽ പോലും വളരെ വലിയൊരു നിരാശ നൽകുന്ന കാര്യമാണ്. ISLനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് പേരുണ്ട്, അതിൽ ഇൻക്ലൂഡിങ് പ്ലെയേഴ്സാണ്. മാത്രമല്ല, പ്ലെയേഴ്സിനൊക്കെ തന്നെ പുറമെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ തന്നെ, വർക്കേഴ്സും ഒക്കെ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രൊഫഷണൽ ലീഗാണ് ISL. അത് മാത്രമല്ല, ISL ഒരു നഷ്ടത്തിലൂടെയായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സോ ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു സ്പോൺസർ കടന്നു വരുന്നുണ്ടെങ്കിൽ മാത്രമേ ISL ഇനിയൊരു ഉന്നമനം ഉണ്ടാകാനുള്ള സാധ്യതകളുള്ളൂ. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഇനി എന്താവും ഈ ഒരു ISLൻ്റെ കാര്യത്തിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ ISL എങ്ങനെ മികച്ചതാക്കാനായിട്ട് അല്ലെങ്കിൽ മികച്ചതാവും എന്നൊരു പ്രതീക്ഷ എത്രയും പെട്ടെന്ന് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ പല നീക്കങ്ങളും നടക്കേണ്ടതായിട്ടുണ്ട്. സോ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഉടൻ തന്നെ ഈ ഒരു AFF അല്ലെങ്കിൽ മറ്റ് കേന്ദ്ര കായിക മന്ത്രാലയം ഇങ്ങനെ തുടങ്ങിയ ഉന്നത ബോഡികൾ ഉടൻ തന്നെ ഒരു പ്രധാന തീരുമാനം എടുക്കട്ടെ. അത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള തീരുമാനമാവട്ടെ എന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്.